നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഫോർമുലകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രണ്ടാമത്തെ ഈ ഒരു ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമുല നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ഫോർമുല ആയിരിക്കും ചിലപ്പോൾ ഇച്ചിരിയുടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാൻ വേണ്ടി സാധ്യതയുള്ളൊരു ഫോർമുല ഇതായിരിക്കാം. അപ്പോൾ ഏതായാലും രണ്ട് രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫോർമുല നോക്കുക. എം ഈസ് ഈക്വൽ ടു, അതായത് മീഡിയൻ ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എം മൈനസ് സി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഇക്വേഷനിലും വന്നിരിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് മാത്രമല്ലേ. ഇവിടെ n/2 കൂടെ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് സി ഉണ്ട്, അത് തന്നെയാണ് സി എഫ് ആയിട്ട് വരുന്നത്. L1ഉം L2 എല്ലാം ഇതിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എം ഈസ് ഈക്വൽ ടു മീഡിയൻ. ഇനി ഈ ഒരു സ്മോൾ ലെറ്റർ എം സൂചിപ്പിക്കുന്നത്, അതായത് ഇക്വേഷനിലെ ഈ ഒരു എം സൂചിപ്പിക്കുന്നത് മിഡിൽ ഐറ്റത്തെയാണ്. മിഡിൽ ഐറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് n/2 എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട്, അതായത് എന്നിനെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഐറ്റമാണ് n വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n. ആ എന്നിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എം എന്ന് പറയുന്നത്, ഇക്വേഷനിലെ സ്മോൾ ലെറ്റർ എം സൂചിപ്പിക്കുന്നത്. ഇനി L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിനെയാണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മീഡിയൻ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയനായിട്ട് വരുന്ന ആ ഒരു ക്ലാസ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 20-30 ആണെന്നിരിക്കട്ടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ 20 എന്ന് പറയുന്നത് അതിൻ്റെ ലോവർ ലിമിറ്റ്, അതായത് L1 ആണല്ലേ. നമുക്ക് L2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റാണ്, ഈ 30 L2. അപ്പോൾ മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ L1ഉം L2ഉം പറഞ്ഞു. ഇനി ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ് ആണ്. അപ്പോൾ മീഡിയൻ ക്ലാസ് ഒരു ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ടാവും, അതിന് ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഫ്രീക്വൻസി ഒരു 20 ആണെന്ന് ഇരിക്കട്ടെ, അതിന് നേരെയുള്ള ഫ്രീക്വൻസി 20 ആണെങ്കിൽ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഫ്രീക്വൻസി എന്നുള്ളത് അല്ലേ. ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്, മീഡിയൻ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തൊട്ടടുത്ത കോളത്തിലെ ആ ഒരു ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് അല്ലേ. ഇനി സി അല്ലെങ്കിൽ സി എഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സി അല്ലെങ്കിൽ അതിനെ സി എഫ് എന്നും പറയാം. അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ് ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്, അതായത് നമുക്ക് മീഡിയൻ ക്ലാസ് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു ക്ലാസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രിസീഡിങ് ക്ലാസ് എന്ന് പറയുന്നത്, തൊട്ട് മുമ്പുള്ള ക്ലാസ്. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മുടെ അടുത്ത കോളങ്ങളിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി വരുന്നുണ്ടല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ എമൗണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിഗറാണ് നമ്മൾ ഈ ഒരു സി എഫ് എന്ന അല്ലെങ്കിൽ സി എന്ന കോളത്തിൽ കാണിക്കേണ്ടതല്ലേ. ഈ ഒരു സിക്ക് പകരം നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. അതിൻ്റെ കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കാൽക്കുലേഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കി പോകാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് മീൻ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഇക്വലൈസ് ദ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് ഇൻ എ കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ അൺഈക്വൽ ആണെങ്കിൽ, അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ഇപ്പോൾ 0-10 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇൻ്റർവൽ, പിന്നത്തെ ക്ലാസ് ഇൻ്റർവൽ ചിലപ്പോൾ 10 to 20, 10 to 30 ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണെങ്കിൽ ഇവിടെ അടുത്ത ക്ലാസ് ഇൻ്റർവലിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 20 ആണല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് സീരീസിൽ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസിനെ നമ്മൾ ഈക്വലൈസ് ചെയ്ത് അതിനെ ഒരേപോലെയുള്ള ക്ലാസ് ഇൻ്റർവലാക്കി മാറ്റേണ്ട ആവശ്യം നമുക്ക് മീഡിയം കണ്ടുപിടിക്കുമ്പോഴില്ല. നമുക്ക് അത്തരം കാര്യങ്ങൾ മോഡൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ അതിനെ ഈക്വലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് മീൻ കണ്ടുപിടിക്കുമ്പോഴോ മീഡിയം കണ്ടുപിടിക്കുമ്പോഴോ അതങ്ങനെ ഈക്വലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു ടിപ്പ്. ദെൻ ഇൻ കേസ് ഓഫ് ആൻ ഇൻക്ലൂസീവ് കണ്ടിന്യൂസ് സീരീസ് അതിൽ നമുക്ക് മീഡിയം കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ പറഞ്ഞുതരാം. Then it is not necessary to find the mid values, but if mid values are given, then it is quite necessary to convert the mid values in relevant class intervals. അപ്പോൾ നമുക്ക് മിഡ് വാല്യൂസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കാം. ഇതുപോലെ ക്ലാസ് ഇൻ്റർവലിന് പകരം ഇപ്പോൾ 0-10 എന്നതിന് പകരം ചിലപ്പോൾ മിഡ് വാല്യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ട് 5 എന്ന് മാത്രം പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മിഡ് വാല്യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ മിഡ് വാല്യൂസിനെയും നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ആ മീഡിയം ക്ലാസ് ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാത്രം നമുക്ക് ക്ലാസ് ഇൻ്റർവലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയും പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫ്രം ദി ഫോളോവിങ് അല്ലേ. നമുക്ക് മാർക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസിയും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് സീരീസാണ്. എക്സ്ക്ലൂസീവ് സീരീസും ഇൻക്ലൂസീവ് സീരീസും ഉണ്ട്.
അപ്പോൾ ഇൻക്ലൂസീവ് സീരീസിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ടാമത്തെ പോയിൻ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. നമുക്ക് എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് വെച്ചാൽ 0, 10 പിന്നെ 10ൽ തന്നെയാണ് അടുത്തത് തുടങ്ങുന്നത് അല്ലേ. അതായത് തൊട്ട് മുമ്പത്തെ ക്ലാസ് ഇൻ്റർവലിൻ്റെ അപ്പർ ലിമിറ്റ് ആണ് അടുത്ത ക്ലാസ് ഇൻ്റർവലിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സീരീസിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് സീരീസ് നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമ്മൾ ഡിഫറൻസ് പറയാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ആദ്യം നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ്ലി അറേഞ്ച് ദ സീരീസ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൽ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവൽ അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആക്കേണ്ടതുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ 0, 10, 10, 20, 20, 30 അതെല്ലാം അസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാർക്ക് ആദ്യത്തെ കോളത്തിലേക്ക് നമ്മൾ ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവലെല്ലാം നമ്മൾ താഴെ എടുത്തെഴുതുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി എഴുതുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ താഴെ തന്നെ എഴുതുന്നു. ഇനി മൂന്നാമത്തെ കോളമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നു അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആദ്യത്തെ ഫ്രീക്വൻസി നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതും. അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ തൊട്ട് അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ 25 കിട്ടും. 25 + 34 59, 59 + 50 109. ആ രീതിയിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി താഴെ എഴുതുന്നു. അപ്പോൾ അവസാനം കിട്ടുന്ന ഈ ഒരു 170 ഇതാണ് n ആയിട്ട് വരുന്നത് അല്ലേ. അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ മീഡിയം കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ഇക്വേഷൻ അത് m = L1 + L2 - L1 / f × m - c എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു m കണ്ടുപിടിക്കേണ്ടതുണ്ട്. m കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ m = n / 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ കണ്ടിരുന്നു m എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് അല്ല, ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ അല്ലേ. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 170 / 2. 170 / 2 എന്ന് വെച്ചാൽ 85th ഐറ്റം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ m എന്ന് വെച്ചാൽ 85th ഐറ്റം. 85th ഐറ്റം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. 85 ഇവിടെ വന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ 59 കഴിഞ്ഞിട്ട് ഒരു 109 ഉള്ളൂ അല്ലേ. അപ്പോൾ 85 കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും വലിയ ഫിഗർ ഏതെന്ന് നോക്കണം. ഇപ്പോൾ 85 ഇല്ലാത്തതുകൊണ്ട് 85 ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. 85 ഇല്ല എങ്കിൽ തൊട്ടടുത്ത വലിയ ഫിഗർ ഏതാണ് എന്നുള്ളത് നോക്കുക. ഇവിടെ 109 ആണല്ലേ, ഇവിടെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 109 ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരിക. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുന്നത് ആദ്യം നമ്മൾ m കണ്ടുപിടിച്ചിട്ട് 85th ഐറ്റം കണ്ടു. 85th ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത വലിയ നമ്പർ എടുത്തുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ് ഇൻ്റർവലാണ് നമുക്ക് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. 30, 40. ഈ മീഡിയൻ ക്ലാസ്സിലെ 30 ഇവിടെ L1 ആയിട്ട് വരുന്നത്. മീഡിയൻ ക്ലാസ്സിലെ 40 നമ്മുടെ L2 ആയിട്ട് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് L1ഉം L2ഉം കിട്ടി. ഒപ്പം തന്നെ നമുക്കിവിടെ m എന്താണെന്ന് നമുക്ക് കിട്ടി അല്ലേ. m നമ്മൾ ഇവിടെ എഴുതിയിരുന്നു അല്ലേ. 85th ഐറ്റം 170 / 2 85 നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. എമ്മിൻ്റെ സ്ഥലത്ത് നമ്മൾ 85 ഒന്ന് എഴുതുകയും ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സി ആവശ്യമുണ്ടല്ലേ. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, തൊട്ട് മുമ്പത്തെ അല്ലേ പ്രിസീഡിങ് ക്ലാസ് ഇൻ്റർവലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതാണ് അല്ലേ. തൊട്ട് മുമ്പത്തെ ക്ലാസ് ഇൻ്റർവൽ ഏതാണ്, 20, 30. അതിന് നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല എടുക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 59 ആണല്ലേ. അപ്പോൾ ഈ 59 സി എന്ന രൂപത്തിൽ നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. നമുക്ക് 30 + L1 30, L2 - L1 അല്ലേ. 40 - 30 / 50 അല്ലേ. 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി, അതായത് മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് വരുന്നത്. 50 × 85 - 59 അല്ലേ, m - c. അപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. 85 - 56 എന്ന് പറയുമ്പോൾ 26 കിട്ടും. 40 - 30 10/50 എന്ന് കിട്ടും. അത് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അത് അഡീഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മളിത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ 260/50 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 30 ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 30 + 5.2 35.2 നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ആൻസർ 35.2 കിട്ടും. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അനുസരിച്ചും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിയാം. ഈ ഒരു ഫോർമുലയുടെ ഒരു സ്ട്രക്ചറിൽ മാത്രമേ മാറ്റമുള്ളൂ. എന്നു വെച്ച് കഴിഞ്ഞാൽ n / 2 170 / 2 അല്ലേ. 85th ഐറ്റം തന്നെയാണ്. L1ഉം L2ഉം എല്ലാം അതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അത് നമുക്ക് അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി. 30 + 170 / 2 - 59 / 50 × 40 - 30 അല്ലേ. അത് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണെന്നുള്ളൂ. അപ്പോൾ അതിൽ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് ചെയ്ത് വരുമ്പോൾ 35.2 തന്നെ നമുക്ക് വരികയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇൻക്ലൂസീവ് സീരീസ് നോക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 0, 9, 10, 19 അല്ലേ. 0, 9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യയാണ് തുടങ്ങുന്നത് അല്ലേ. 10, 19 വരെ, പിന്നെ 20, 29 വരെ. അപ്പോൾ അത്തരത്തിലുള്ള സീരീസ് ആണെങ്കിൽ അത് ഇൻക്ലൂസീവ് സീരീസ് ആണ്. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് അതേപടി തന്നെ ക്ലാസ് ഇൻ്റർവൽ താഴോട്ട് എഴുതി വയ്ക്കാം. 0, 9, 10, 19, 20, 29 അങ്ങനെ തന്നെ എഴുതാം. അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എഴുതാം.
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് എഴുതാവുന്നതാണ്. 15 നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. 15 + 17 32, 32 + 30 62. ആ രീതിയിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിട്ട് 120 എന്നുള്ളത് n നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് n കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് m കണ്ടുപിടിക്കണം അല്ലേ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു ഇക്വേഷൻ. അതിൽ m കണ്ടുപിടിക്കണം. ഈ m എന്താണെന്ന് കണ്ടുപിടിക്കണം. m എന്ന് വെച്ചാൽ n/2 ആണല്ലേ. 120/2 ആണ് 60. 16th ഐറ്റം അല്ലേ, 60ാമത്തെ ഐറ്റമാണ്. അപ്പോൾ ഇവിടെ 60 എന്നുള്ളത് നമ്പർ ഇല്ല. തൊട്ടടുത്ത വലിയ നമ്പർ ഏതാണ്? 62 ആണല്ലേ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവൽ എന്താണ്? 20, 29. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസ് തന്നിരുന്നാൽ നമുക്ക് ഈ ഒരു ക്ലാസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ വ്യത്യാസം ഇതാണ്. ആദ്യം നമ്മൾ ആ ഒരു ടിപ്പിൽ നമ്മൾ കണ്ടത്. നമുക്ക് രണ്ടാമത്തെ കേസിൽ ഇൻ കേസ് ഓഫ് ആൻ ഇൻക്ലൂസീവ് കണ്ടിന്യൂസ് സീരീസ് the lower limit L1 and upper limit L2 of the median class are to be revised by deducting. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്ലൂസീവ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മീഡിയം ക്ലാസ്സിൽ ലോവർ ലിമിറ്റിൽ നിന്ന്, അതായത് L1ൽ നിന്ന് നമ്മൾ 0.5 കുറയ്ക്കുകയും L2വിൻ്റെ കൂടെ നമ്മൾ 0.5 ആഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ക്ലാസ് ഇൻ്റർവലിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ലോവർ 20, 29 കിട്ടിയത് അല്ലേ. 20ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? -0.5 അല്ലേ, -0.5. നമ്മൾ 29ൻ്റെ കൂടെ എന്ത് ചെയ്യണം? +0.5 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇപ്പോൾ 20 നിന്ന് -0.5 കുറയ്ക്കുമ്പോൾ 19.5 എന്ന് വരും L1. L2 എത്രയായിട്ട് മാറും? 29.5 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നോക്കുക, ഇവിടെ നമുക്ക് m = 19.5 അല്ലേ L1, 19.5 L1 + 29.5 - 19.5 /30 അല്ലേ. ഫ്രീക്വൻസി മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി 30. ഇനി ഇൻറ്റു 60 - 32 അല്ലേ, m - c അല്ലേ. 60 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, n/2 60 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. c എന്ന് പറയുന്നത് മീഡിയം ക്ലാസിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ, 32. അപ്പോൾ 32 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 28.83 കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസ് ആണ് ഓർക്കേണ്ടത്. നമ്മൾ സാധാരണ പോലെ n/2 വെച്ചുകൊണ്ട് എത്രാമത്തെ ഐറ്റം ആണെന്നുള്ളത് കണ്ടുവച്ച് അത് വെച്ച് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കും അല്ലേ. മീഡിയം ക്ലാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻക്ലൂസീവ് സീരീസ് ആണെങ്കിൽ, ഇത്തരത്തിലുള്ള സീരീസ് ആണെങ്കിൽ നമുക്ക് മീഡിയം ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുകയും അപ്പർ ലിമിറ്റിനൂടെ നമുക്ക് 0.5 ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വേണം നമുക്ക് ആ ഒരു ക്ലാസ് ഇൻ്റർവലിൻ്റെ ഫിഗർ കണ്ടുപിടിക്കുക. അതായിരിക്കും L1, L2 ആയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെ നമുക്ക് മിഡ് വാല്യൂസ് നൽകുകയാണെങ്കിൽ, മിഡ് വാല്യൂസ് ആണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിനിൽ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. മിഡ് വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട് മിഡ് വാല്യൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോബ്ലം തെറ്റിപ്പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിഡ് വാല്യൂ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതൊരു ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂ ആണ് 5 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 5 എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂ. ഇപ്പോൾ 5 എന്ന് പറയുന്നത് 2 സംഖ്യകളുടെ മിഡിലുള്ള വാല്യൂ ആണല്ലേ. സെൻറ്റർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 0 to 10 അതിൻ്റെ സെൻറ്റർ ആയിരിക്കും 5 വരുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് 50 എന്നുള്ളത് ഏതിൻ്റെ സെൻറ്റർ ആയിരിക്കും? 10 to 20 എന്നുള്ളതിൻ്റെ സെൻറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാം. പിന്നെ അങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് നോക്കേണ്ടത് 5ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. 5ഉം 15ഉം തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു 10 എന്നുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഈ 5നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിൽ നിന്ന് കുറച്ചുകൊണ്ട് 5 - 5 എത്രയാണ്? 0. ഇനി നമുക്ക് 5 + 5 ഇതിൻ്റെ കൂടെ 5 കൂട്ടുകയും 5 കുറയ്ക്കുകയും ചെയ്യണം. 5 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ L1 കിട്ടും. ഇനി 5ൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. ഈ 15ൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്യണം. 15ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് 10 കിട്ടും. 15 5 കൂട്ടിയാൽ നമുക്ക് 20 കിട്ടും അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ് ഇൻ്റർവൽ കിട്ടും. ഇനി 25ൽ നിന്ന് അങ്ങനെ ചെയ്യുക. 20ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 20 കിട്ടും. 25ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും അല്ലേ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് ഇൻ്റർവൽ ഒന്ന് തിരുത്തി എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. മിഡ് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ ആയിട്ടല്ല തന്നിരിക്കുന്നത്, സെൻട്രൽ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ക്ലാസ് ഇൻ്റർവലിലേക്ക് ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതണം. അതിനുശേഷം തന്നിരിക്കുന്ന ഫ്രീക്വൻസി അതുപോലെ എടുത്തെഴുതി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ച് അല്ലേ. പിന്നെ നമുക്ക് സാധാരണ പോലെ ചെയ്താൽ മതി. n/2 16ാമത്തെ ഐറ്റമാണ്. 16ാമത്തെ ഐറ്റം 16 ഇല്ല, തൊട്ടടുത്ത ഐറ്റം എടുത്ത് 20. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ 20, 30 എന്നുള്ളതാണ്. അപ്പോൾ 20, 30 L1 L2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി അല്ലേ.
20 പ്ലസ് 30 മൈനസ് 20 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 16 മൈനസ് 10 അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 26 നമുക്ക് ആൻസർ ലഭിക്കും. അപ്പോൾ ഈ രീതിയിലാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രോബ്ലംസ് ഉണ്ട്. അതായത് ക്യുമുലേറ്റീവ് സീരീസും മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസും ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസും. ഇത് നമുക്ക് ഒരു ക്ലാസ്സായിട്ട് അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക്